ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ബാസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നാട്ടിൽ പോയ സമയത്ത് നാട്ടിലുള്ള ചെടിയിൽ നിന്ന് പറിച്ചെടുത്ത ചക്കയാണിത്. ഇതിന് ശീമച്ചക്ക, കടച്ചക്ക, ലാത്തിച്ചക്ക എന്നൊക്കെ പറയും. ചോറിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയും ദോശേൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇതുകൊണ്ട് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഷുഗറിലുള്ളവർക്ക് ഈ ചക്ക കൊണ്ടുള്ള കറി കഴിക്കാൻ നല്ലതാണ്. നല്ല ഫ്രഷ് ചക്കയായതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും. ഈ ചക്കയുടെ തൊലിയെല്ലാം കളഞ്ഞ് കുറച്ച് വലിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. ഈ പാകത്തിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പിരിയമുളക് പൊടി, കുറച്ച് കറിവേപ്പില, മല്ലി വറുത്ത് പൊടിച്ച പൊടിയാണിത്. വറുക്കാത്ത പൊടിയാണെങ്കിൽ ഒന്ന് ചൂടാക്കി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് 2 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ മതി. ചക്ക നല്ല പോലെ വെന്ത് കിട്ടും. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് 1/2 ടീസ്പൂൺ കടുക് പൊട്ടി വരുന്ന സമയത്ത് 3 വെളുത്തുള്ളി ചതച്ചതും 1 സവാള ഇതുപോലെ കഷ്ണങ്ങളായി മുറിച്ചാൽ മതി. മുറിച്ചതും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് തക്കാളി, ഒരു ചെറിയ തക്കാളിയാണ്. തക്കാളിയുടെ പകുതി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അധികം തക്കാളി ചേർക്കണ്ട. തക്കാളി കൂടുതൽ ചേർത്താൽ കറി പുളി വരും. അതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി. പുളി വേണ്ടാത്തവർ തക്കാളി ചേർക്കുകയും ചെയ്യണ്ട. ഇതിനെ അടച്ച് വെച്ച് 2-3 മിനിറ്റ് ഇതുപോലെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തക്കാളിയും സവാളയും പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. തക്കാളിയും സവാളയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി വേവിച്ച് വെച്ച ചക്ക അതിലേക്ക് ഇട്ട് കൊടുത്ത്, ചക്കയിൽ വെള്ളമൊന്നുമില്ല, വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ടായിരുന്നു. വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളത്തോടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളവും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെക്കാം. ഒരു 2-3 മിനിറ്റ് അടച്ച് വെക്കണം. കഷ്ണങ്ങളിൽ മസാലയെല്ലാം നല്ലപോലെ പിടിച്ച് വരാൻ വേണ്ടിയാണ് ഇതുപോലെ അടച്ച് വെക്കുന്നത്. ഇനി തുറന്ന് ഇതിലേക്ക് 1 പിടി തേങ്ങയും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി, ഇത് കുഴഞ്ഞ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ മതിയെങ്കിൽ ഇതേപോലെ ഇളക്കിയെടുക്കാം. കുറച്ച് കുഴഞ്ഞ രൂപത്തിലാണ് വേണ്ടതെങ്കിൽ ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുത്താൽ മതി. കറി നല്ല ഈ പാകത്തിൽ കിട്ടും. നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ദോശക്കും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല കറി റെഡിയായി ചക്ക കൊണ്ട്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തതിനടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.